ഹായ് ഫ്രണ്ട്സ്, മീ ആൻഡ് മൈ ടമ്മിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു പപ്സാണ്. ആവശ്യമായ സാധനങ്ങൾ: ഒനിയൻ ചോപ്പ് ചെയ്തത്, ഒരു ടൊമാറ്റോ, ഇഞ്ചി, വെളുത്തുള്ളി, ചില്ലി വേണം, പിന്നെ കൊറിയാണ്ടർ ലീവ്സ്. ശേഷം നമ്മൾ എഗ്ഗ് എടുത്ത് ബോയിൽ ചെയ്യുക. ശേഷം അത് 2 പീസാക്കി വെക്കുക. ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുക്കുക. പച്ച മണം മാറുമ്പോഴേക്കും അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില്ലി, ഒനിയനും ഇട്ട് കൊടുക്കുക. ബ്രൗൺ കളറായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറി ലീഫ് ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വരട്ടിയെടുക്കുക. ആവശ്യത്തിന് കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുക്കുക. ശേഷം അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് അതിനെ വരട്ടിയെടുക്കുക. ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് അത് ബീറ്റ് ചെയ്യുക. നമുക്കിത് പഫ് ഷീറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്വിറ്റ്സിൻ്റെ പഫ് പേസ്ട്രി ഷീറ്റ്സ് ആണ്. ശേഷം ബോയിൽ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് എടുക്കുക. അത് അതിലേക്ക് ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മടക്കി എടുക്കാൻ എളുപ്പമായിരിക്കും. അത് ഓരോ കോർണേഴ്സും ദാണ്ട് ഈ ഷേപ്പിൽ അത് മടക്കി എടുക്കണം. എങ്കിലത് നമുക്ക് നന്നായിട്ട് ഫോൾഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നന്നായിട്ട് പ്രസ് ചെയ്ത് ആ ഒരു രീതിയിൽ തന്നെ അത് മടക്കി എടുക്കണം, അല്ലെങ്കിൽ അത് ഓപ്പൺ ആയി പോകും. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മളത് എയർ ഫ്രയറിൽ വെച്ച് ഒരു 50 മിനിറ്റ്സ് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. 10 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പപ്സ് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. നോക്കിയാൽ നമ്മുടെ മുരിഞ്ഞ പപ്സ് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലും അതേ ഭംഗിയിലും വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.